ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയണത്, ഇന്നലെ നമ്മൾ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഒരുപാട് പേര് വീഡിയോസ് കണ്ടിട്ട് നമുക്കതിനിടയിൽ കമൻറ്റ് കാര്യങ്ങളും അവർ ഓരോ വീഡിയോസിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഇട്ട വീഡിയോസിൻ്റെ അടിയിലും അത് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബിസിനസ് അവർ ചെയ്യാറുണ്ട്, പക്ഷെ ആരും വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് 1000 രൂപ മാത്രം കൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. ആ ഒരു ചെറിയ തുടക്കം എങ്ങനെ എനിക്ക് നല്ലൊരു വരുമാന മാർഗമായി എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് വെറും 1000 രൂപ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു രീതിയിൽ ചെറിയൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കാരണം ഞാൻ ചെയ്ത തെറ്റുകളും പിന്നെ ഞാൻ വിജയിക്കാൻ എന്നെ സഹായിച്ച കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വിട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും മനസ്സിലാവും. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. വലിയ നിക്ഷേപം ഇല്ലെങ്കിലും നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല എന്നാണ് പലരും കരുതുന്നത്. പക്ഷെ അത് ശരിയല്ല. ഞാൻ ചെറിയ തുകയായ 1000 രൂപ കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ശരിയായ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുകയും പിന്നെ കസ്റ്റമറുടെ വിശ്വാസം നേടുകയും ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിക്ഷേപം കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരുപാട് പൈസ ഒന്നും നമുക്ക് വേണ്ട. ചെറിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിലവരൊക്കെ വിചാരമുണ്ട് വലിയ ഫോൺ വേണം, വലിയ ക്യാമറ വേണം, അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് വേണം. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, വെറും 1000 രൂപയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ തന്നെ പറ്റും. അല്ലാണ്ട് തുടക്കത്തിൽ തന്നെ ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. അതാണ് പലരുടെയും ചിന്ത. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് നോക്കും, അപ്പോൾ തന്നെ നമുക്ക് ആരും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആ ഭാഗത്തേക്കേ നോക്കില്ല. അതൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം ഷോപ്പിൽ കൊണ്ടെടുത്ത് അവിടുന്ന് ആരും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വേറെ കടകളിൽ പോവാം. ഏതെങ്കിലും ഒരു കട കിട്ടിയാൽ തന്നെ നമുക്ക് ലക്കിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നെ കൂടുതൽ എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ചാനൽ തുടങ്ങിയിട്ട് അതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയൊക്കെ നിങ്ങൾ സക്സസ് ആവും. പിന്നെ ആദ്യം ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റ് എന്ന് പറയണത്, ആദ്യം ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ബീഡ്സിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളത് മാറ്റിയിട്ട് പിന്നെ എനിക്ക് ഇന്നതെന്നൊന്നുമില്ല. എനിക്ക് ടൈലറിങ് അറിയാം, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യും. പിന്നെ സ്ക്രഞ്ചീസ് അടിക്കാൻ അറിയാം, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യും. എനിക്കാണെങ്കിൽ നല്ല നല്ല വെട്ട് കഷ്ണങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ക്രഞ്ചീസ്, അതുപോലത്തെ ടൈലറിങ് ഇതൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോണത്. ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കൊരു കാര്യം മനസ്സിലായത് എന്തെന്നറിയാം, നമ്മൾ നല്ല ധൈര്യത്തോടു കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ബിസിനസ് തുടങ്ങാൻ വലിയ പണം ഒന്നും വേണമെന്നില്ല, വലിയൊരു ധൈര്യമാണ് വേണ്ടത്. ഞാൻ ചെറിയൊരു തുടക്കമാണ് ആദ്യം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ എന്ത് ചെയ്ത് നിർത്തിയില്ല. കുറേ പേര് കളിയാക്കിയിട്ടുമുണ്ട്. ഓരോ ചെറിയ ഓർഡറാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ കിട്ടുക. പക്ഷെ ആ ഒരു ചെറിയ ഓർഡർ നമുക്ക് കിട്ടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കതൊരു വലിയൊരു സന്തോഷമാവും. അപ്പോൾ അങ്ങനെയാണ് ഞാനും മുന്നോട്ട് പോയോണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സക്സസ് ആവും. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്,
ചെറിയൊരു മുതൽ മുടക്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മുഖം കാണിക്കണമെന്നില്ല. നമ്മൾ റിസ്ക് എടുക്കണം കേട്ടോ. നമ്മൾ പണിയെടുക്കാൻ തയ്യാറാവണം. അല്ലാണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതവിടെ ഇട്ടിട്ട് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഒരു വീഡിയോസ് ഇട്ടിട്ട് അങ്ങനെ കാര്യമില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ചെറിയ തുടക്കത്തിൽ ഒരിക്കലും നിങ്ങൾ എന്തായത് ചെറുതായി കാണരുത്. വെറും 1000 രൂപയിൽ തുടങ്ങിയ ബിസിനസ് നാളെ ഒരു വലിയൊരു സംരംഭമായിട്ട് മാറ്റിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ക്ഷമ വേണം. അപ്പോൾ നന്നായി പരിശ്രമിക്കും വേണം. ആരും നിങ്ങളെ വിശ്വസിക്കാത്ത സമയത്ത് പോലും നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നമുക്ക് ആരും നമ്മളെ നിന്ന് വാങ്ങണില്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടിരിക്കരുത്. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം എന്നുള്ള രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടെ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചെയ്യാൻ തോന്നുന്നത് അത് ധൈര്യമായിട്ട് ചെയ്യാം. പിന്നെ വീട്ടിലിരുന്നിട്ടൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്നത് ഈ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ തുടങ്ങാം. ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ വീണ്ടും വീണ്ടും തുടങ്ങുക. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ സക്സസ് ആവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. നമ്മൾ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പം എന്നെങ്കിലും ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമൊന്നും കാത്തിരിക്കേണ്ടില്ല. വന്ന ഒരു മാസം നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ട് നോക്കി നോക്ക്, നിങ്ങൾ സക്സസ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.